ഒരു എക്സ്ട്രാ അഡീഷണൽ. കാരണം പെട്ടെന്ന് അച്ഛൻ്റെ അമ്മയാണ് ഓർമ്മ വന്നത്. ഒരു ഫൺ ഫിലിമാണ്, അതിൻ്റെ ഉള്ളിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞു പോകണം. നല്ല വേണം, ഒരു റൊമാൻറ്റിക് ഫാമിലി ഡ്രൈവ് വേണം. പിന്നെ സ്റ്റോറി ലൈൻ ഒരു ആവറേജ് ഉള്ളൂ, പക്ഷേ എന്നാലും മൊത്തത്തിലാണ് വാച്ചബിളാണ്. നല്ല പടം. എലിസബത്ത് എന്ന ഈ ചിത്രം പത്മകുമാർ എന്ന സംവിധായകൻ്റെ ഒരു നല്ലൊരു ചിത്രമാണ്. നരയനും അതേപോലെ മീരാസ്മിനും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മീരാസ്മിൻ്റെയും നരയൻ്റെയും അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ്. നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇപ്പോഴാണ് ആദ്യത്തെ ഷോ കണ്ട്, ന്യൂൺ ഷോ കണ്ട് ഇറങ്ങി. പല സ്ഥലങ്ങളിലും ഹ്യൂമർ വർക്കൗട്ടായിട്ടുള്ള എൻ്റെ ഒരു റിയാക്ഷൻ ഓഡിയൻസിൽ നിന്ന് കിട്ടി. വളരെ സന്തോഷം തോന്നി. ഈ പറഞ്ഞ പോലെ ഞാനും മീരയും വരുന്ന രംഗങ്ങളൊക്കെ വളരെ എനിക്കും ഭയങ്കര പേഴ്സണലി ഇഷ്ടമായ സീൻസുകളായിരുന്നു. വർക്ക് ചെയ്യുമ്പോൾ തന്നെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റി. പടത്തിനുള്ള ഇമോഷണൽ കണ്ടൻറ്റും വർക്കൗട്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇറ്റ്സ് എ പെർഫെക്റ്റ് ഒരു വെക്കേഷനിലുള്ള ഒരു ഫാമിലി എൻ്റർടൈനറായിട്ട് തന്നെ ഇറ്റ്സ് കം ഔട്ട് വെൽ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ചില തിയേറ്റേഴ്സിൽ നിന്ന് പടങ്ങൾ കണ്ട് തിയേറ്റർ ടീമുകൾ വിളിച്ച് പോസിറ്റീവായ റെസ്പോൺസ് തന്നു. ഇപ്പോൾ ഇതാ ഇറങ്ങി ഞാൻ കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പോസിറ്റീവായ കോൾസ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാവുന്ന ഒരു സിനിമയാണ് മീനൽസ്. അത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഓർത്തത്, ഞാൻ കഥ കേട്ടപ്പോൾ തന്നെ വളരെ ഫൺ ഫിൽഡ് ആയിട്ടുള്ള സിനിമയാണ്. അത് മീരയാണെന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒരു എക്സ്ട്രാ അഡീഷണൽ. കാരണം പെട്ടെന്ന് അച്ഛൻ്റെ അമ്മയാണ് ഓർമ്മ വന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഫീൽ വരാവുന്ന വേറെ രീതിയിലൊരു സിനിമ. സോ അതുപോലെ തന്നെ വന്നു. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിന് എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഇറ്റ്സ് കം ഔട്ട് വെൽ. താങ്ക് യു. ഭയങ്കര അടിപൊളിയായിട്ടാണ്. എനിക്ക് ആക്ച്വലി വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഫീൽ ഗുഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീൽ ഗുഡിനേക്കാൾ കൂടുതൽ എനിക്ക് കുറേ പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ഇൻ്റർവെല്ലിൻ്റെ ടൈമിൽ ഞാൻ വെളിയിലിറങ്ങില്ല. സാധാരണ ഇൻ്റർവെല്ലിന് ഞാൻ വെളിയിലിറങ്ങണം, ഞാൻ കരയായിരുന്നു. അതുകൊണ്ട് ഞാൻ വെളിയിലിറങ്ങിയില്ല. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കരച്ചിട്ട് പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ബാക്കി കാണണമോ തന്നെയായിരുന്നു, കാരണം ഡാർക്ക് ആയിരിക്കുമോ എന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, ഭയങ്കര രസമുണ്ട്. ഇമോഷൻസ് എല്ലാം നമുക്ക് വരും. ചിരിയാണെങ്കിലും കരച്ചിലാണെങ്കിലും എല്ലാം വരും. എല്ലാവരും കാണുക, ഡെഫിനറ്റായിട്ടും കാണുക. താങ്ക് യു. ബ്യൂട്ടിഫുൾ ഫിലിം. എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്. വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. മീര ജാസ്മിൻ വളരെ നന്നായിട്ടുണ്ട്. നരേൻ അതിഗംഭീരായിട്ടുണ്ട്. ഇതിലുള്ള മറ്റ് ക്യാരക്ടേഴ്സുണ്ട്. മീരയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സായിട്ട് അഭിനയിച്ച കുട്ടികൾ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ മല്ലികാന്റിയുടെ റോള്, അതായത് നരേൻ്റെ അമ്മയായിട്ട് വരുന്ന മല്ലികാന്റിയുടെ റോള് അസലായിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂവെങ്കിലും ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുണ്ട്. അതിൻ്റെ ഹ്യൂമറൊക്കെ ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. വർഷങ്ങൾ മാറിയിട്ട് നമ്മൾ ആ പെയറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പെയറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ നൊസ്റ്റാൾജി ശരിക്കും വരും. പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് തോന്നും. ഫസ്റ്റ് ഹാഫൊക്കെ ശരിക്കും ഫുൾ രസമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ അതിൻ്റെ സിനിമയുടെ കാമ്പ് എന്താണെന്ന് ചുരുളഴിഞ്ഞു തുടങ്ങി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം വരുമ്പോഴും നമുക്ക് ആ ഫിലിമിൻ്റെ ഫുള്ളങ്ങോട്ട് ഫുള്ളങ്ങോട്ട് കിട്ടി. സാധാരണ ഈ പത്മകുമാറിന്റെ പടങ്ങളൊക്കെ സീരിയസ് ഉണ്ട്. അല്ലല്ല, ഇത് റോം കോം അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ അഡ്വൈസ് അല്ലെങ്കിൽ ഇത് നമ്മൾ എന്തെങ്കിലും പഠിക്കാമെന്നൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ പടം കാണേണ്ടത്. ഇതൊരു ഫൺ ഫിലിമാണ്, അതിൻ്റെ ഉള്ളിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞു പോകണം. നമുക്ക് മനസ്സ് തട്ടുന്ന കുറേ ബുദ്ധിമുട്ടുള്ള സീൻസൊക്കെ ഉണ്ടെങ്കിൽ പോലും അവസാനത്തിൽ നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇറങ്ങി വരാം. അതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് ശരിക്കും ഒരു റോം കോം കുറേ കാലത്തിന് ശേഷം നല്ല രസമായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. നരേൻ അതിഗംഭീരമായിട്ടുണ്ട്. ഭയങ്കര സന്തോഷം ശരിക്കും. ഇനി അങ്ങോട്ട് എന്നൊക്കെ തോന്നുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതം മനസ്സിലാക്കുന്നത്. പുതിയ തലമുറയിൽ പക്ഷേ ആൾക്കാർക്ക് മെസ്സേജ് എന്നൊക്കെ പറയുമ്പോൾ സിനിമ കാണേണ്ടത് അങ്ങനെ കരുതണ്ട. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ബോറടിപ്പിക്കൽ മെസ്സേജ് അല്ല, ഒരു ഗംഭീര എൻ്റർടൈനർ സിനിമ. എന്നാൽ അതിൻ്റെ അണ്ടർ കറൻ്റായിട്ട് നമ്മളൊക്കെ സിനിമ കാണുമ്പോൾ വളരെ സീരിയസ് ആയിട്ടും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമ. ചേട്ടാ, നേര് സിനിമ ഭയങ്കര വിജയമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമ വരുമ്പോൾ അത് വിജയമാകുന്ന പ്രതീക്ഷ അല്ല. നേര് ഓൾമോസ്റ്റ് ആൾക്കാർ കണ്ടു. നേര് കണ്ടവർ ഈ സിനിമ കണ്ടാൽ മതി. നേര് കാണാത്തവർ വേണമെങ്കിൽ ആദ്യം നേര് കണ്ടിട്ട് ക്യൂൻ എലിസബത്ത് കണ്ടാൽ മതി. എന്തായാലും നല്ല സിനിമകൾ പ്രേക്ഷകർ സ്വീകരിക്കും. ഇതെന്തായാലും ഒരു നല്ല സിനിമയാണ്. അതുകൊണ്ട് തന്നെ അതിനർഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻസും അതിനർഹിക്കുന്ന ഒരു
പ്രാധാന്യം പ്രേക്ഷകർക്ക് കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാണിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടും മീര ജാസ്മിനെ നല്ലൊരു തിരിച്ചുവരവും അങ്ങനെ വേണം പറയും. പിന്നെ മീര ജാസ്മിൻ പോലെ തന്നെ നരേനും ഇതിൽ നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഒരു മെസ്സേജ് പോലെ ഈ പടത്തിൽ നിന്ന് വരുന്നുണ്ട്. അതായത് വിഷ്വല് നല്ല ഭംഗിയുള്ള സീനറികളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഏതായാലും കൊള്ളാം. വൺ ടൈം വാച്ചോളായിട്ട് എനിക്ക് തോന്നി കൊള്ളാം. നല്ല മൂവിയാണ്. തിയേറ്ററിൽ കാണുന്നതാണ്.